കായംകുളത്തെ CPM പ്രവർത്തകൻ സിയാദിന്റെ കൊലപാതകത്തിൽ പ്രതികൾക്ക് ജീവപര്യന്തം. ഒന്നാം പ്രതി വെറ്റ മുജീബ് എന്ന മുജീബ് റഹ്മാൻ, രണ്ടാം പ്രതി ഷെഫീഖ് എന്നിവർക്കാണ് ജീവപര്യന്തം തടവ് ശിക്ഷ. 2020 ഓഗസ്റ്റ് 18-നാണ് കായംകുളം MSM സ്കൂളിന് മുന്നിൽ വെച്ച് സിയാദിനെ വെട്ടിക്കൊലപ്പെടുത്തിയതെന്ന കേസിലാണ് വിധി. മാവേലിക്കര അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. ഷീജിത്ത് വിശദാംശങ്ങളുമായി. ഷീജിത്ത്, എന്തൊക്കെയാണ് കൂട്ടിച്ചേർക്കാനുള്ളത്? നികേഷ്, കായംകുളത്തെ ഡിവൈഎഫ്ഐ ജീവകാരുണ്യ പ്രവർത്തകനായ സിയാദിന്റെ കൊലപാതകത്തിൽ കഴിഞ്ഞ ആഴ്ച തന്നെ കോടതി ഒന്നും രണ്ടും പ്രതികളെ കുറ്റക്കാരെന്ന് കണ്ടെത്തിയിരുന്നു. മൂന്നാം പ്രതി കാവിൽ നിസാമിനെ തെളിവുകളുടെ അഭാവത്തിൽ വെറുതെ വിട്ടു. ഒന്നും രണ്ടും പ്രതികൾക്ക് ഇപ്പോൾ ജീവപര്യന്തം ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. രണ്ട് പ്രതികളും കുറ്റക്കാരാണെന്ന് തെളിഞ്ഞോടെ ഇവർക്ക് ശിക്ഷ ഉറപ്പായിരുന്നു. എന്തായാലും ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നു. ഒന്നാം പ്രതി വെറ്റ മുജീബ് എന്നറിയപ്പെടുന്ന മുജീബ് റഹ്മാൻ, രണ്ടാം പ്രതി ഷെഫീഖ് എന്നിവരെയാണ് ഇപ്പോൾ ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. 2018 ഓഗസ്റ്റ് 18-നാണ് ഈ കൊലപാതകം. 2021 ഓഗസ്റ്റ് 18-നാണ് കൊലപാതകം നടന്നത്. ക്വാറന്റൈനിലായിരിക്കുന്ന ആളുകൾക്ക് ഭക്ഷണ വിതരണം കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴാണ് MSM സ്കൂളിന് സമീപത്ത് വെച്ച് ഈ വെറ്റ മുജീബ് സംഘവും ആക്രമിച്ച് കൊലപ്പെടുത്തിയത്. ഇത് രാഷ്ട്രീയ കൊലപാതകമാണെന്ന് ആക്ഷേപം വരുന്നു. എന്നാൽ പിന്നീട് കുറ്റപത്രത്തിലും മറ്റും വ്യക്തിവൈരാഗ്യത്തെ തുടർന്നുള്ള കൊലപാതകമാണെന്ന് കണ്ടെത്തുകയായിരുന്നു. അത്തരത്തിലാണ് പ്രോസിക്യൂഷനും കോടതിയിൽ വാദിച്ചത്. എന്തായാലും ശിക്ഷാവിധി ഇപ്പോൾ വന്നിരിക്കുന്നു. ഈ സിയാദിന്റെ കുടുംബം വിധിയിൽ പൂർണ്ണ തൃപ്തി പ്രകടിപ്പിക്കുന്നില്ല. വധശിക്ഷ പ്രതീക്ഷിക്കുന്നതെന്നാണ് സഹോദരൻ അനീഷ് രാജ് മാധ്യമങ്ങളോട് പറഞ്ഞത്. ഷീജിത്ത്.